ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വെളുപ്പാങ്കാലം ഒരു 3:30 നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ അനിയത്തിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് തയ്യൽ തൊഴിലാളി സംഘം അവരുടെ യൂണിയൻ ഒരു ബസ് പിടിച്ച് കുറച്ച് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മളും പോകുന്നുണ്ട്. ഞാനും അമ്മയും വൈഫും മോനും അനിയത്തിയും പിള്ളേരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ യൂണിയനിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരു കുറേ ലിസ്റ്റ് തന്നു. പാഞ്ചാലിമേട്, വാഗമണ്ണ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുടെയാണ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അവിടെ ചെന്നാൽ മാത്രമേ അറിയാവുള്ളൂ. ബസ് വരാറായിട്ടുണ്ട്. 3:30 വെളുപ്പാങ്കാലത്ത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അറിയാം. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചൊന്നുമില്ല ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. നമുക്ക് ആദ്യം അവിടെ ചെന്നതിന് ശേഷം അറിയാം ഏതാണ് സ്ഥലമെന്നും. പിന്നെ അതുപോലെ ബാക്കി സ്ഥലങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കില്ല, ഓരോരോ വീഡിയോസായിട്ടായിരിക്കും കാണുന്നത്. അതായത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തുറന്ന് കാണാം. ഇന്നലെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അമ്മയും വൈഫും മോനെയും കൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അനിയത്തിയുടെ വീട്ടിലാണ്, ആറ്റിങ്ങലാണ്. അപ്പോൾ നമ്മളെങ്ങനെയായാലും ഏകദേശം വീട്ടിൽ നിന്നൊരു 40-45 മിനിറ്റോളം എടുക്കും ഇവിടെ എത്താനായിട്ട്. എത്തിക്കഴിഞ്ഞ് ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് 3:30 ബസ്സായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ബസ് ഇങ്ങനെ വീടിൻ്റെ അവിടെ വരില്ല, കുറച്ച് 1.5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ ബസ് വരുന്ന റോഡെത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് വരുന്നത്. വേറെ കുറച്ച് ആൾക്കാർ ഓൾറെഡി ബസ്സിലുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിനടുത്തുനിന്ന് യൂണിയനിലുള്ള തയ്യൽ തൊഴിലാളി സംഘത്തിൻ്റെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൂടെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് വരുന്ന ആ ഒരു ജംഗ്ഷനിലോട്ട് എത്താറായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മൾ 3:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചാണ്. ഇപ്പോൾ കുട്ടിക്കാനം ജംഗ്ഷനിലാണുള്ളത്. നമ്മൾ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വൈറ്റ് വണ്ടി. കാപ്പി കുടിക്കാൻ നിർത്തിയാണ്. പക്ഷേ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അധികം കടകളൊന്നുമില്ല. ഈ ജംഗ്ഷനിലൊരു 5-6 കടയുണ്ട്. പക്ഷേ ഒരു 3 ഹോട്ടലൊക്കെ തുറന്നിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് കടകൾ ഇവിടെ ക്ലോസ്ഡാണ്. പെട്രോൾ പമ്പ് പോലും തുറന്നിട്ടില്ല. അപ്പോൾ വന്നവരെല്ലാവരും നമ്മൾ 45 സീറ്റുള്ള വണ്ടിയിലാണ് വന്നത്. ഏകദേശം 30-35 ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും സ്പ്ലിറ്റായി വേറെ വേറെ ഹോട്ടലിൽ കയറിയാണ് കഴിച്ചത്. നമ്മളവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ വാഗമണ്ണ് 29 കിലോമീറ്റർ എന്നുണ്ട്. രാവിലെ നമ്മൾ യാത്ര തിരിച്ചപ്പോൾ വണ്ടി വന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഫുൾ ഇരുട്ടായിരുന്നു, വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് വണ്ടിയുടെ വീഡിയോസൊന്നും രാവിലെ എടുക്കാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രിപ്പ് ഇവർ ഒരുപാട് നാളുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഇത്രയും ആൾക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടി, അങ്ങനെ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ അവസാന നിമിഷമാണ് ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും എവിടെയാണ് പോകുന്നതെന്നോ കറക്റ്റ് ഒന്നും പറഞ്ഞില്ല. അമ്മ എന്തോ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ്, അത് എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണെന്ന്. അങ്ങനെ അവസാന നിമിഷം പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നത്. ഇവിടെ നമ്മൾ വാഗമണ്ണ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി നമ്മൾ ഇറക്കിയിട്ട് പാർക്കിങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഫുള്ളാണ്. ഇവിടെ എല്ലാത്തിനും ഓരോന്നിനും കയറുന്നതിന് സെപ്പറേറ്റാണ് ചാർജ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഈ നടന്ന് പോകുന്നതിൽ കയറുന്നതിന് വരെ 150 രൂപയാണ് ടിക്കറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര കൊള്ള എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത്. ചെറിയൊരു സാധനത്തിൽ കയറുന്നതിന് പോലും 150-ഉം 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ചെറിയൊരു സാധനം, അതായത് ജസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടുന്ന് കയറിയിട്ട് ഇത്രയും ദൂരം നടന്നു പോകുന്നതിന്. ഇവിടെ വാഗമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഒരുപാട് മൊട്ടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാത്തിലും ഭയങ്കര ചാർജാണ്. ആകെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഈ ഒരു പാലം മാത്രമുണ്ട്. ഇതുപോലെ 2-3 പാലമുണ്ട്. ഇതിലൂടെ കയറി അപ്പുറത്തിറങ്ങാം. ബാക്കി എല്ലാത്തിലും 100-ഉം 150-ഉം 200-ഉം 500-ഉം മുകളിലോട്ടുള്ള ടിക്കറ്റാണ് എല്ലാത്തിലും ഉള്ളത്.
1100 അടി ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള വാഗമണ്ണ് ഈ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ബോർഡറിലാണുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇടുക്കി ജില്ലയിലാണ് ഈ വാഗമൺ വരുന്നത്. ഇത് കോട്ടയം ഇടുക്കി ബോർഡറാണ്. അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഈ സൈഡിൽ വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. ഏത് സൈഡിൽ നോക്കിയാലും ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചാർജാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചാർജ്. ഈ വാഗമൺ എന്ന് പറയുന്നൊരു മുട്ടക്കുന്നാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് വേറെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മഴ പെയ്താലോ നമുക്ക് ഓടിച്ചെന്ന് നിൽക്കാനുള്ളൊരു സ്ഥലമൊന്നും അടുത്തില്ല. ഒരു ജീപ്പ് പോലത്തെ ചെറിയൊരു കാറ് പോലത്തെ ഒരു സംഭവത്തിലേമാരി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നല്ല ടിക്കറ്റാണ്. അത് ഭയങ്കര സ്പീഡിലാണ് അവർ പോകുന്നത്, ഭയങ്കര ഫാസ്റ്റാണ്. അത് പുറത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും, അത്രയ്ക്കും ഫാസ്റ്റിലാണ് ആ സാധനം പോകുന്നത്. അത് തിരിച്ചിപ്പോൾ അതുവഴി കറങ്ങി ഇവിടെ വരും. അപ്പോൾ നമുക്ക് കാണാം, അടുത്ത് കാണാം. ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്ന ഇതാണ്. അപ്പോൾ നമ്മളിപ്പോഴും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് വെയിറ്റിംഗ് ഉണ്ട്. 1:30 ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ കിട്ടുന്ന ടൈം. നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വണ്ടി ഇവിടെ നിന്ന് പോകും. വേറെ കുറേ സ്ഥലങ്ങൾ പ്ലാനിലുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ നശിപ്പിച്ചിട്ട് നമുക്ക് പോവുകയാണ്. ക്യാഷുവാണെങ്കിൽ നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് തോളിൽ കയറിയിരിക്കുകയാണ്. എവിടെ പോയാലും ഇങ്ങനെയാണ്. ഇനി ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല. നമ്മളിതിൻ്റെ എൻട്രി ചെയ്യുന്നത്, അതായത് വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് മുകളിലോട്ട് കയറി വരുമ്പോഴത്തേന് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതിൻ്റെ അത്ര അവിടെ ഒരു എൻഡ് ഉണ്ടായിരിക്കുമല്ലോ. അവിടെ എത്തിയപ്പോഴത്തേന് കണ്ടതാണ്. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റായിരിക്കും. എത്രയാണ് റേറ്റെന്നോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന്. ചെറിയ ചെറിയ സാധനങ്ങളിൽ കയറുന്നതിന് വരെ ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇവിടെ വാഗമണ്ണ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗം എന്ന് തോന്നുന്ന ഒരു റൈഡെന്ന് പറയുന്നത് പാരാഗ്ലൈഡിംഗ് ആണ്. പാരാഗ്ലൈഡിങ്ങിൻ്റെ ചാർജ് വന്നിട്ട് 4,500 രൂപയാണ്. 4,000 എന്ന് പറയുന്നത് വിത്തൗട്ട് വീഡിയോ, 4,500 എന്ന് പറയുന്നത് അവർ തന്നെ വീഡിയോ എടുത്ത് തരും. 4,500 രൂപ അത്യാവശ്യം നമ്മുടെ സാധാരണക്കാരെ പോലുള്ളവർ, സാധാരണക്കാരായിട്ടുള്ളവർക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപയോഗമുള്ള ഒരു സാധനം അതും. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ചെറിയൊരു കാറ് പോലത്തെ അതിൽ കയറി അവർ ഫുള്ള് റൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് തിരക്കിയില്ല. അത് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും എന്തായാലും വരുന്നവർ കയ്യിൽ കുറച്ച് ക്യാഷുമായിട്ട് വന്നാൽ മാത്രമേ ഇവിടെ ഉപയോഗമുള്ളൂ. എല്ലാം ഭയങ്കര കത്തി റേറ്റാണ്. എന്തായാലും തൽക്കാലം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കുറച്ച് പാടുള്ള കാര്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഉടനെ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരും. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും. അതുവരെയും ഗുഡ് ബൈ.